ആര് പോയി? പൂന്താനം ശരീരത്തിനോടൊപ്പം ശരീരത്തെ നല്ല എന്താ പറയുന്നത് പ്യൂരിഫൈ ചെയ്ത് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയും. അങ്ങനെ ആ ശരീരത്തോടെ ഭഗവാൻ പൂന്താനത്തെ കൊണ്ടുപോയി. അതുപോലെ ശരീരത്തോടൊപ്പം പോയ വേറെ കുറച്ച് പേരുണ്ട്. കുളു തരാം, കുളു 5 പേര്. 5 പേര് മാത്രം പാണ്ഡവരാണ്. ഹരേ കൃഷ്ണ രാശി ഹരേ കൃഷ്ണ ആദ്യ. പാണ്ഡവരും ദ്രൗപതിയൊക്കെ ഭഗവാൻ ശരീരത്തോടെ കൊണ്ടുപോയി. അപ്പം ഭഗവാനോട് ചെയ്യുന്നതൊക്കെ കുറച്ച് വർഷങ്ങളല്ലായിരുന്നു, 500 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം പാണ്ഡവരുടെയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ദ്വാപര യുഗത്തിലോ ഒക്കെ ആണെന്ന് പറയാം. പക്ഷെ അതൊക്കെ ഇപ്പം ഇത് പൂന്താനം പോയത് 500 വർഷമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ ട്രാൻസഡൻ്റൽ ബോഡി ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ട്രാൻസഡൻ്റൽ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ട്രാൻസഡൻ്റൽ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. കൂട് വിട്ട് കൂട് മാറ്റം ഒന്ന് കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട് വിട്ട് കൂട് മാറ്റം അറിയാമോ? കേട്ടിട്ടുണ്ടോ? എൻ്റെ സോള് എൻ്റെ വന്നിട്ട് എൻ്റെ സോള് എൻ്റെ ബോഡിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ വേറൊരു ബോഡിയിലോട്ട് കയറും. മനസ്സിലായില്ലേ? പിന്നെ ആ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ സോളായിരിക്കും. കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ആ ബോഡിയിൽ നിന്ന് വീണ്ടും ആ സോൾ ഇറങ്ങി വന്ന് തിരിച്ച് വീണ്ടും ആ സോളിന്റെ യഥാർത്ഥ ബോഡിയിലോട്ട് തിരിച്ചു കയറും. ആ ബോഡി അവിടെ കണ്ടില്ലേ പ്രശ്നമാവും. പിന്നെ പ്രശ്നമാണ്. പിന്നെ പ്രശ്നം പറഞ്ഞാൽ ദ സോൾ ബിക്കം എ ഗോസ്റ്റ്. പിന്നെ പ്രശ്നം ഉണ്ടാക്കും. കാര്യം കയറിയിരിക്കാനുള്ള ശരീരം പോയി, സ്ഥലം പോയി. ആ സ്ഥലം ഇല്ലാതെ പിന്നെ ബഹളം ഉണ്ടാക്കത്തില്ലേ? പിന്നെ ബഹളം ഉണ്ടാക്കൂല്ലേ? അതാണ് അത്രയുള്ള കാര്യം, സയന്റിഫിക്. പിന്നെ ഓരോ ബോഡിയിൽ കയറി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം അതിന് സ്യൂട്ടബിൾ ബോഡി കിട്ടുന്നില്ല. അപ്പം അത് എത്ര നാൾ കാണും? അതിൻ്റെ ആ ബോഡിയുടെ ആക്ച്വൽ എക്സ്പയറി ഡേറ്റ് എത്രയുണ്ടോ അത്രയും വർഷം ഈ സോൾ ഇങ്ങനെ കറങ്ങി കണക്കും. ഈ ബോഡിയെ ഇപ്പം 100 ഇയേഴ്സ് ആണെന്ന് വിചാരിച്ചു. ഈ ബോഡി നിന്ന് ഈ സോള് പോയി വേറൊരിടത്തോട്ട് പോയി. ഞാൻ ചെന്ന് ഈ ബോഡി നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, ഞാൻ ഈ ചെന്ന് ബോഡിയായി കൊന്നു. ഓക്കെ, എത്രാമത്തെ വർഷം? മേ ബി ഒരു 60ാമത്തെ വർഷമാണെന്ന് വിചാരിച്ചു. ബാക്കി 40 വർഷം ആക്ച്വലി റിമെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. സോളിന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ 40 വർഷം കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഈ 40 വർഷം സോള് ബഹളം ഉണ്ടാക്കി എല്ലാവരും ഡിസ്റ്റർബ് ചെയ്ത് നടക്കും. കാര്യം ഈ സോളിന് തിരിച്ച് ഭഗവാന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലോട്ട് പോകാൻ പറ്റില്ല ഈ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ. മനസ്സിലായില്ലേ? So that is things. Okay, Hare Krishna. Rahul, Hare Krishna. Nadia, Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ച അതാ ആലോചിച്ചത്, ആരെയാണ് പ്രസന്റേഷൻ അസൈൻ ചെയ്തത്? രാധാനാഥ് സ്വാമി പ്രസന്റേഷൻ അസൈൻ ചെയ്തിരുന്നു. മറ്റേ ആരായിരുന്നു? അപർണേഷ്. എവിടെ ഹൈഡ് ചെയ്യുന്ന ഫോൺ വിളിച്ച് ചോദിച്ചേ? എവിടെ ഹൈഡ് ചെയ്യുന്ന ചോദിക്കേ? പ്രസന്റേഷൻ തരാന്ന് പറഞ്ഞിട്ട് എവിടെ ഹൈഡ് ചെയ്തെന്ന് ചോദിക്കും, വിളിച്ച് ചോദിക്കും. എങ്ങനത്തെ പ്രസ് ഹൈഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആരാ ചെയ്യുന്നു പറഞ്ഞു. എന്തോ കിസ് അനിൽ കൃഷ്ണനാണോ ചെയ്യുമെന്ന് പറഞ്ഞേ? അല്ല, അച്യുത കൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു. ഋഷികേഷ്. പേരൻസിന് എടുത്ത് പറയണം, ഇന്ന് വൈകിട്ട് സെപ്പറേറ്റ് സ്പെഷ്യൽ സെഷൻ ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ മന്ത്ലി സെഷൻ ഈ മാസം ചെയ്യാനുണ്ടായിരുന്നു. നാരായണ കവചം
നാരായണ കവചം ഇന്ന് വൈകിട്ട് വായിക്കും. ശ്രേഷ്ഠമായ ഭാഗമാണ് നാരായണ കവചം. ഓക്കെ, എവിടെ അച്ഛനെവിടെ? മനോജി എവിടെ? Okay. ചേട്ടനുണ്ട്. Okay. പുഷ്പൻജി എവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അച്ഛന്മാരെ മാത്രം ചോദിക്കുമ്പോൾ അമ്മമാർക്ക് വളരെ സന്തോഷമാവും, കിച്ചണിലോട്ട് അങ്ങ് പോകും അല്ലേ? ഹരേ കൃഷ്ണ. ഓൺലൈനായിട്ട് ആര് കാണുന്നു? സ്ക്രീനിന്റെ സൈസിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? ഹരേ കൃഷ്ണ അല്ലേ? അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നതാണ് പൂന്താനത്തിന്റെ ഇല്ല് എന്ന് പറയുന്നത്. പൂന്താനം ജനിച്ചത് എവിടെ? മലപ്പുറം ജില്ലയിലാണ്. അതെ, കേട്ടോ? അല്ല, നമോ ഭഗവതി വാസുദേവായ. നമോ ഭഗവതി. ഫ്ലൈറ്റ് ഒന്നും ഓപ്പൺ ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഫ്ലൈറ്റ് വീണ്ടും കൺട്രോൾ ചെയ്തു. അവരുടെ ഗൈഡ് ലൈൻ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ചില ഫ്ലൈറ്റുകളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതെ 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 അതെ. എന്റെ നടന്നില്ല, എന്റെ ഫ്ലൈ ദുബായ് ആയതുകൊണ്ട് നടന്നില്ല. അത് നേരിട്ട് ചെയ്യണം എന്നൊക്കെ കമ്പനി പറഞ്ഞു. അത് ഈ ട്രാവൽ ഏജൻസിക്ക് അക്സസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതാണ് അപ്പോ എയർ ഇന്ത്യ ഒക്കെയാണോ വരുന്നത്? എയർ ഇന്ത്യ ഇല്ല, ഇൻഡിഗോ കാര്യങ്ങൾ. ഇത്രയും വലിയൊരു ഭക്തൻ, 500 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ നേരിട്ട് കണ്ടയാള്, ശരീരത്തോടൊപ്പം പോയയാള്, ഇതൊക്കെയാണ് ഞാൻ കുട്ടികളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ശരിക്കും മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്. അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ, എന്താ തിരുമാന്താംകുന്ന് പിന്നെ മലപ്പുറം ജില്ലയാ? അതെ 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 അതെ. അവിടെ അത് വേറെ കഥയുണ്ട്, അത് പിന്നീട് ഒരിക്കലും പറയാം. ഒരുപാട് കഥ പറയാനുണ്ട്. തിരുമാന്താംകുന്ന് എങ്ങനെയാണ് പൂന്താനവും തിരുമാന്താംകുന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മാനവേന്ദ്രൻ എന്ന രാജാവുണ്ട്, അദ്ദേഹവും തിരുമാന്താംകുന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അദ്ദേഹം വളരെ ഒരു വലിയൊരു നീണ്ട ചരിത്രമാണ്. അത് പിന്നീട് ഒരിക്കലും പറയാം, അത് കഥയായിട്ട് തന്നെ പറയാനുണ്ട്. ഇത് പൂന്താനം നമ്പൂതിരി ജനിച്ചത് ഇപ്പോഴത്തെ പെരിന്തൽമണ്ണയില് കീഴാറ്റൂർ വില്ലേജിലാണ്. ഇതിനകത്ത് 2-3 പേര് പറയുന്നുണ്ട്. പൂന്താനം നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് ബ്രഹ്മദത്തെന്നോ ശങ്കരനെന്നോ ആയിരിക്കാം എന്നുള്ളതാണ്. ബ്രഹ്മദത്തെന്നോ ശങ്കരനാരായണനെന്നോ. അപ്പം ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നതിൻ്റെയൊക്കെ ഇതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഭഗവാൻ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല എന്ന് കഴിഞ്ഞാൽ അവരെ പോലൊന്നും നമ്മൾ ക്വാളിഫൈഡ് അല്ല. ഇതാണ് വ്യത്യാസം. അവരെ പോലൊന്നും നമ്മൾ ക്വാളിഫൈഡ് അല്ല. എന്തുകൊണ്ടാ? നമ്മൾ കണ്ടമിനേറ്റഡ് ആയിപ്പോയി. അവരൊക്കെ 24 അവേഴ്സ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാതിരുന്നാൽ മാത്രം കൃഷ്ണനെ വിളിക്കും, അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? ഐസ്ക്രീം കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ കൃഷ്ണനെ വിളിക്കും. കൃഷ്ണ, ഞാൻ നിന്നെ വിളിക്കുന്നല്ലോ, ഞാൻ വെള്ളിയാഴ്ച ക്ലാസ്സിൽ ഇരിക്കുന്നല്ലോ, എന്നാ പിന്നെ എനിക്കെന്താ ഐസ്ക്രീം ചോദിച്ചിട്ട് തരാത്തെ എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ എടുത്ത് പരാതി പറയും. അല്ലെങ്കിൽ ഓർമ്മിക്കത്തേയില്ല. ഉപ്പിനെ പോലെയാണ്. ഉപ്പിന്റെ ക്യാരക്ടർ അറിയാമോ? എന്താണ് ഉപ്പിന്റെ ക്യാരക്ടർ? ഉപ്പിനെ ആരെങ്കിലും ഏതെങ്കിലും ദിവസം, അതായത് ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോട്ടെ, വീട്ടമ്മമാരുടെ കാര്യം, ബാക്കി ആരെങ്കിലും ഉപ്പിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
എന്താ ചിന്തിക്കാതെ? അത് തീരുമ്പം പറയും. ഏ അത് തീരുമ്പം പറയും. ഏത് തീരുമ്പോ? ഉപ്പ് തീരുമ്പോഴേ പറയും. അത് കിച്ചണില് ഞാൻ പറഞ്ഞില്ലേ, കിച്ചണില് വിട്ടാരെ. കിച്ചണിൽ പാകം ചെയ്യുന്ന കുക്ക് ചെയ്യുന്നവരൊക്കെ വിട്ടാരെ. ബാക്കി ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഉപയോഗിക്കാത്തോണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഉപ്പിന്റെ റോള് ഏറ്റവും വലുതാണ്. എന്നിട്ടും നമ്മൾ ഓർമ്മിക്കുന്നില്ല. ശരിയല്ലേ? അതേസമയം എന്തെങ്കിലും പരാതി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എപ്പം പറഞ്ഞു ഉപ്പിനെ ഉടനെ വിളിക്കും. ഉപ്പ് കൂടുതലാണെങ്കിൽ ഓ ഉപ്പ് വളരെ കൂടുതൽ എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ ഓർമ്മിക്കും. ശരിയല്ലേ? അതെ. ആയിരിക്കും ഉപ്പില്ലെങ്കിലോ ഉപ്പ് തീരെ ഇല്ല എന്ന് പറയും. ശരിയല്ലേ? പരാതി മാത്രം ഉപ്പിനെ ഓർമ്മിക്കും. അതുപോലാണ് നമ്മൾ ഭഗവാനെ. പരാതി പറയാൻ വേണ്ടിയിട്ട് മാത്രം ഭഗവാനെ ഓർമ്മിക്കും. ഇല്ലെങ്കിൽ ഈ ഉപ്പിന്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട ഇനി ഇതിനകത്ത് വേറൊരു സൈഡ്, അതർ സൈഡ്. നമ്മുടെ ക്യാരക്ടറും ഉപ്പിനെ പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഉപ്പിന് യാതൊരു പരിഭവവുമില്ല ഉപ്പിനെ ഓർമ്മിക്കാത്തത്. ഉപ്പ് പാകമായിട്ടിരിക്കുമ്പോൾ ഉപ്പിനെ ആരും ഓർമ്മിക്കാറില്ല. എന്നാൽ ഉപ്പിന്റെ റോള് കൃത്യമായിട്ട് ഉപ്പ് നിർവഹിക്കുന്നുണ്ട് അല്ലേ? എന്നെ എപ്പോഴും ഓർമ്മിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപ്പ് തരുന്നില്ല എന്ന് പറയുന്നോ? ഇല്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ ക്യാരക്ടർ. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, വി ഷുഡ് ഡു അവർ ഡ്യൂട്ടി. അതുപോലെ ക്ഷമയോടെ ഇരിക്കണം. മനസ്സിലായില്ലേ? അതേസമയം വീണ്ടും ശ്രദ്ധിക്കണം, 99% അല്ലെങ്കിൽ 99 ടൈംസും നമ്മൾ നല്ലത് ചെയ്തു. only 1 time out of 100, only 1 time നമ്മൾ ബാഡ് തിങ് ചെയ്തു. ഏതായിരിക്കും എല്ലാവരും ഓർമ്മിക്കുന്നത്? ഒരു പ്രാവശ്യം നല്ലത് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നല്ലത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ 99% പ്രാവശ്യവും നല്ലത് ചെയ്തു, ഒരു പ്രാവശ്യം മാത്രം ബാഡ് തിങ് ചെയ്തു. ഒരു പ്രാവശ്യം മാത്രം ബാഡ് തിങ് ചെയ്തു. അത് ഓർമ്മിക്കും അല്ലേ? എന്നിട്ട് നമ്മളെ എപ്പോഴും ബ്ലെയിം ചെയ്യുമോ അല്ലെങ്കിൽ ക്രിറ്റിസൈസും ഒക്കെ ചെയ്യും. ആ കുട്ടി അങ്ങനാണ്, അല്ലെങ്കിൽ ആ ആൾ അങ്ങനാണ്. അന്നേരം ഈ 99 പ്രാവശ്യം നല്ലത് ചെയ്തു, ഒരു പ്രാവശ്യം അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറയുമോ ആരെങ്കിലും? ഇല്ല. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു പ്രാവശ്യം പോലും നമുക്ക് ഒരു ഫാൾട്ടും ഉണ്ടാകാൻ പാടില്ല. എപ്പം ഫാൾട്ട് ഉണ്ടായോ ആ ഫാൾട്ടിനെ ആയിരിക്കും എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ 99% അല്ലെ 99 ടൈം ചെയ്ത നല്ല കാര്യങ്ങളെ ആരും ഓർമ്മിക്കത്തില്ല. ഓക്കെ, ദീസ് ആർ ലെസൺസ് what we should learn. ഓക്കെ, എന്തെങ്കിലും ഇപ്പം ഒരു സർട്ടൺ മൊമെന്റിൽ വരുന്നു, നമുക്ക് നല്ല ഒരു പൊസിഷൻ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ടെസ്റ്റ് ഇന്റർവ്യൂ പാസ്സാവണം, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കിട്ടണം. ഇതുപോലെ ചിലപ്പോൾ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വരും. നല്ല കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഒരു ചെറിയ റിമാർക്കിൽ പിടിച്ചിട്ട് നമ്മുടെ എലിജിബിലിറ്റി കളയും, നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. So don't give any chance. Okay, അപ്പൊ നമുക്ക് നടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന
ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. തദാപി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന ജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് കടം തിമിരത്തോടുകൂടിയാണ് ഞാൻ ഞാൻ ജനിച്ചത്. ജനിച്ചത്. എന്റെ എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ എന്റെ കണ്ണുകൾ കണ്ണുകൾ തുറന്നു. തുറന്നു. ഞാൻ എന്റെ എന്റെ സാദര നമസ്കാരങ്ങൾ സാദര നമസ്കാരങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. വന്ദേഹം വന്ദേഹം ശ്രീ ഗുരോ ശ്രീ ഗുരുൻ ശ്രീയുതപദകമലം ശ്രീയുതപദകമലം ശ്രീ ഗുരൂൻ ശ്രീ ഗുരുൻ വൈഷ്ണവാംച വൈഷ്ണവാംശ്ച രൂപം ശ്രീരൂപം അഗ്രജാതം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം രഘുനാഥാനിതം തം സജീവം തം സജീവം സാദ്വൈതം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ ശ്രീരാധാ കൃഷ്ണപാദ സഹഗണലളിത ശ്രീവിശാഖ അന്യതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ജീവാസാദി ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമം വന്ദേ പരമാനന്ദ മാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഭഗവത്ഗീതയുടെ എത്രാമത്തെ അധ്യായം? അധ്യായം. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കർമ്മയോഗത്തിലേക്ക് സ്വാഗതം. രാഖി, രാശി, രാഹുൽ ഹരേ കൃഷ്ണ. ആദ്യ ഹരേ കൃഷ്ണ. ഹൃഷികേശ് ഹരേ കൃഷ്ണ. അഭിനവ്, അനഭി ഹരേ കൃഷ്ണ. അചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? ഏത് ശ്ലോകമാ പഠിച്ചത്? അഹി 3.20. ധാതു കർമ്മണ്യ അതന്ത്രിതഃ അല്ലേ? അതല്ലേ പഠിച്ചത്? 3.23. അത് തന്നെ, അതല്ലേ, അത് തന്നെയാണ് ശ്ലോകം ഞാൻ ചിന്തിച്ചത്. ഋഷികേശിന്റെ ബാക്ക് സൈഡിൽ കൊള്ളാമല്ലോ. ആരാ അത്? അബ്ദുൽ കലാം. ഓക്കെ, എല്ലാവരും അബ്ദുൽ കലാമിനെ ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ എല്ലാവരും ഓർമ്മിക്കുന്നത്? കേട്ടില്ല. തമിഴ്നാട്ടിന്റെ രാമേശ്വരം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്? ഒരു വലിയ പേഴ്സണാലിറ്റി ആയതുകൊണ്ട്. എന്തായിരുന്നു ആ പേഴ്സണാലിറ്റി? എന്തായിരുന്നു ആ പേഴ്സണാലിറ്റി? സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരുപാട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കും എനിക്കറിയത്തില്ല. അത് രാമേശ്വരന്റെ അത് മരിച്ചത് ജൂലൈ 27, 2015 മരിച്ചത് അബ്ദുൽ കലാം. മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, മാൻ ഓഫ് ഇന്ത്യ. ഷിയേഷ്, എന്ത് മാൻ ഓഫ് ഇന്ത്യ? അല്ലല്ല, അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ല, അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഒരു കറപ്റ്റഡുമല്ല, ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ഗ്രേറ്റ് സയന്റിസ്റ്റ് ആണ്, വാല്യുബിൾ പേഴ്സൺ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അബ്ദുൽ കലാം ഭഗവത്ഗീത മനസ്സിലാക്കിയിരുന്നു, പഠിച്ചിരുന്നു. അതുകൊണ്ടാണ്. ആ സീക്രട്ട് അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ആ പേര് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ, അബ്ദുൽ കലാം, അത്ര മാത്രമേ അറിയൂ. പക്ഷേ അബ്ദുൽ കലാമിന്റെ സ്പിരിച്വൽ സൈഡ് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം നല്ലതുപോലെ ഭഗവത്ഗീത മനസ്സിലാക്കുകയും കൃഷ്ണൻ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ പേഴ്സണാലിറ്റി ഉള്ള വേറൊരു പ്രസിഡന്റ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആരാണ്? കിസ് സ്റ്റാർട്ട് ചെയ്തു. ആരാ? സ്റ്റാർട്ട് ചെയ്യുന്നു. കിസ്. ഞാൻ സർ പറഞ്ഞതല്ലേ, വെള്ളിയാഴ്ച 18-ാം തീയതി
സാർ പറഞ്ഞില്ലേ ആ ഉല്ലൂസ് ആ ആ ശരി, റെഡിയാക്കിയല്ലേ? ശരിയാക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. ഞാനിത് വെറുതെ പറഞ്ഞ ക്വിസ് ഒന്ന്. അത് നമുക്ക് ചെയ്യാം. അബ്ദുൽ കലാമിനെ, ഇന്ത്യൻ പ്രസിഡന്റായ അബ്ദുൽ കലാമിനെ ഓർമ്മിക്കുന്നത് പോലെ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അത് ആരാണ്? എ സൂപ്പർമാൻ, എ സൂപ്പർ പേഴ്സണാലിറ്റി. ആരായിരുന്നു? ആരായിരുന്നു? ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. ദാറ്റ് ഇസ് രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് അല്ലേ? രാജേന്ദ്ര പ്രസാദ് അല്ലേ? അല്ല, വേറൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. കുളു വേണോ? കുളു വേണം ഏ വേണം വേണം. ഓക്കെ. ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ ആദ്യത്തെ 4 അക്ഷരങ്ങളിൽ ഒരക്ഷരം ആ പേരിനോടുണ്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ ആദ്യത്തെ 4 അക്ഷരങ്ങളിൽ ഒരു ലെറ്റർ, ആദ്യത്തെ 4 ലെറ്റേഴ്സിൽ ഒരു ലെറ്റർ ആ പേരിനൊപ്പം ഉണ്ട്. എന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഫസ്റ്റ് ലെറ്റർ ഇനി കുളു വേണോ? നീ വേണം. ഇനി സെക്കൻഡ് കുളു. ആ ലെറ്ററിലെ ഒരു ലെറ്ററിലാണ് ആ പേര് തന്നെ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത്. ആ ലെറ്ററിന്റെ ഏത് ലെറ്ററാണോ ആ ലെറ്ററിനെ സൗണ്ട് ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. രണ്ട് കുളുവായി. ഇനി കുളു വേണോ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. യെസ്. ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതാണെന്ന് അറിയാമോ? ഒരു സൂപ്പർ സ്റ്റേറ്റ്മെന്റ് യുനെസ്കോയുടെ ഒരു ഫംഗ്ഷനിൽ സംസാരിച്ചതാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് രാധാകൃഷ്ണനെ ആക്ച്വലി എ സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ. അബ്ദുൽ കലാം എ സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ. അദ്ദേഹം പറഞ്ഞത് അറിയാമോ? രാധാകൃഷ്ണൻ ശ്രദ്ധിച്ചു കേട്ടോ. ഡോക്ടർ രാധാകൃഷ്ണൻ എന്താണ് പറഞ്ഞത്? ഇൻ ദിസ് കണക്ഷൻ, യുനെസ്കോയിൽ, അതായത് പാരീസിലാണ് ആ ഫംഗ്ഷൻ നടന്നത്. യുനെസ്കോയുടെ ആ യോഗത്തിൽ, ആ മീറ്റിങ്ങിൽ രാധാകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്ടർ രാധാകൃഷ്ണൻ, India's former president. In this connection, we would like to quote the substance of a speech delivered by Sri Radhakrishnan, former president of India, at a recent meeting of UNESCO in Paris. What he said that, ഇനിയാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. When a nation proudly turns away from God, when a nation proudly turns away from God and concentrates on worldly success and prosperity, it means its doom. What is essential today is not so much the rehabilitation of schools and libraries or shops and factories. But he said, what is essentially today is not so much the rehabilitation of schools and libraries or shops and factories, but the rehabilitation of man.
Rehabilitation of man. We must recreate man if we are to create a new world community. എന്തെങ്കിലും മനസ്സിലായോ? ആക്ച്വലി ഒരു ജനത, പീപ്പിൾ, ഒരു ദേശം, ഒരു ജനത അഭിമാനത്തോടെ, ദേ ആർ പ്രൗഡ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഭഗവാന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി, നമ്മൾ നല്ല ജോലി ചെയ്താൽ മതി, നമുക്ക് ജീവിക്കാൻ പൈസ കിട്ടും, പിന്നെന്തിനാ ഭഗവാനെ ഓർമ്മിക്കുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, സോ അങ്ങനെ പിന്നെന്താ മെറ്റീരിയൽ സക്സസ്, ലൗകിക വിജയത്തിലും സമൃദ്ധിയിലും ഒരുപാട് ഇൻവെൻഷൻ, സയന്റിഫിക് റിസർച്ച്, പിന്നെന്താ സമ്പാദ്യം, സേവിങ് എന്നുള്ളതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു, ഭഗവാനെ ഓർമ്മിക്കുന്നില്ല. അപ്പൊ എന്താ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ പറഞ്ഞത് അത് നാശത്തെ കൊണ്ട് നയിക്കും. അതായത് പിന്നീട് നമുക്ക് ഉണ്ടാവുന്നത് നാശമായിരിക്കും. ഇറ്റ് വിൽ റൂയിൻ ദ വേൾഡ്. ശരിയല്ലേ? നമ്മൾ ആറ്റംസ് ബോംബൊക്കെ ഉണ്ടാക്കുന്നു അല്ലെ? ശരിയല്ലേ? വെപ്പൺസ് ഉണ്ടാക്കുന്നു അല്ലേ? എന്തു പറ്റും? ബയോ വെപ്പൺസ് എന്ന് പറയും, ബയോ വെപ്പൺസ് ഉണ്ടാക്കുന്നു. ചിലർ പറയുന്നു കൊറോണ എന്ന് പറയുന്നത് ഒരു ബയോ വെപ്പണാണ്, ചൈനയുടെ ബയോ വെപ്പണാണ് ചിലർ പറയുന്നു. എനിവേ, എന്തായിരിക്കും സംഭവിക്കുന്നത്? നാശം, റൂയിൻ ദ വേൾഡ് അല്ലേ? സോ വാട്ട് ഈസ് രാധാകൃഷ്ണൻ സേസ്, ഇതൊക്കെ നാശത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇന്ന് ചിലര് അത്യാവശ്യമായിരിക്കുന്ന സ്കൂളുകളാണെന്ന് പറയുന്നു, ലൈബ്രറികളാണെന്ന് പറയുന്നു, ഫാക്ടറികളാണെന്ന് പറയുന്നു. അതൊന്നും അല്ല ആവശ്യം. അതൊക്കെ ആവശ്യത്തിനുണ്ട് നമ്മുടെ ദേശത്ത്, പക്ഷെ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് സ്കൂൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ സ്കൂളിലെ ഫെസിലിറ്റി നമ്മൾ കൊടുത്താൽ മതി. ശരിയല്ലേ? നമുക്ക് 5 സ്കൂൾ ഒരു ഡിസ്ട്രിക്റ്റിലെ 10 അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 10 സ്കൂൾ ഉണ്ടെങ്കിൽ വീണ്ടും 11ാമത്തെ സ്കൂൾ തുടങ്ങേണ്ട ആവശ്യമില്ല. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകത്തല്ലേ ഉള്ളു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ക്ലാസ് റൂമുകൾ കുറയും അല്ലേ? അൺഎംപ്ലോയ്മെന്റ് കൂടും. ഇതേ ഉള്ളു. എന്താ പിന്നെ വേണ്ടത്? ഉള്ള സ്കൂൾ, എക്സിസ്റ്റിംഗ് സ്കൂളിൽ ഫെസിലിറ്റി കൊടുക്കുക, ഫെസിലിറ്റി കൂട്ടി കൊടുക്കുക അല്ലേ? അതാണ് വേണ്ടത്. കൂടുതൽ ലൈബ്രറി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും അല്ല ആവശ്യം. പിന്നെന്താണ്? ദ റീഹാബിലിറ്റേഷൻ ഓഫ് എ മാൻ. എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യന്റെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ ഓഫ് മാൻ. എന്താണ് ഉദ്ദേശിച്ചത്? അത് ഇതൊക്കെ നിങ്ങൾ സ്പീച്ച് കോമ്പറ്റീഷനൊക്കെ വരുമ്പം ഇതൊക്കെ എടുത്ത് സംസാരിക്കണം. എത്ര രസമായിരിക്കും. സ്കൂൾ ഡേയിലൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് ചാൻസസ് വരും. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് സംസാരിക്കാൻ പറ്റും രാധാകൃഷ്ണന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. മനസ്സിലായോ? ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ചിൽഡ്രൻ ഡേ വരും. ചിൽഡ്രൻ ഡേ വരുമ്പോ നമുക്ക് ഓർമ്മിക്കണം. ചിൽഡ്രൻ ഡേ വരുമ്പോ ആരെയൊക്കെ? അബ്ദുൽ കലാമിനെ നമ്മൾ ഓർമ്മിക്കാറില്ലേ ചിൽഡ്രൻസ് ഡേയില് ഇല്ലേ? അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനെ ഓർമ്മിക്കും. ജവഹർലാൽ നെഹ്റു ആണ്. ഏത്? ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിക്കും, രാധാകൃഷ്ണനെ ഓർമ്മിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയണം. സൂപ്പർ സ്റ്റേറ്റ്മെന്റുകളാണ്, വലുതായിട്ട് ആരും കോട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവിടെ എന്താ പറയുന്നത്? എന്താ രാധാകൃഷ്ണൻ പറഞ്ഞത്? നമ്മള് ദ റീഹാബിലിറ്റേഷൻ ഓഫ് മാൻ. എന്താണ്? മനുഷ്യന്റെ പുനരധിവാസമാണ് വേണ്ടത്. എന്താണ്? ഒരു പുതിയ ലോകം വേണം എന്നുണ്ടെങ്കിൽ, ഒരു സമൂഹം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നാം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കണം. അതായത് അക്കോർഡിംഗ് ടു ഹിം വി ആർ നോട്ട് എ മാൻ, ഒൺലി മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു മനുഷ്യനായിട്ട് മാറണം. നമ്മളൊരു മെക്കാനിക്കൽ വെപ്പണായിട്ട് മാറരുത്, ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറരുത്. കീ കൊടുത്തിട്ട് പോകുന്ന ഒരു റോബോട്ടിനെ പോലെ നമ്മൾ ആവരുത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവണം. ശരിക്കും ഒരു മനുഷ്യനായിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്പിരിച്വലി എഡ്യൂക്കേറ്റ് ആവണം. അതാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. നമുക്ക് ആവശ്യം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആണ്. ഭഗവത്ഗീത കൃത്യമായി പഠിക്കണം. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കണം. നമ്മൾ മനുഷ്യനെയാണ് സൃഷ്ടിക്കേണ്ടത്. അല്ല നമ്മൾ മെക്കാനിക്കൽ ലൈഫ് പോയിട്ട് കുറെ ആയുധങ്ങൾ ഉണ്ടാക്കി, വെപ്പൺസ് ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രി ടു കൺട്രി ഫൈറ്റ്, ടീം. എന്താ റിസൾട്ട്? നത്തിങ്. ഫൈനലി
there is no any gains. സത്യം പറയുകയാണ്. ശരിയല്ലേ? അപ്പം അത് പാടില്ല. അതാണ് we have to create rehabilitation. So we have to rehabilitate. അപ്പം അതാണ് ഭഗവത്ഗീത പഠിക്കാൻ വന്നിട്ട് ഇതൊക്കെയാണ് പറയുന്നതല്ലേ. ഭഗവത്ഗീത പഠിച്ചവരാണ് അബ്ദുൽ കലാമും രാധാകൃഷ്ണനും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? പഠിച്ചോ? ആദ്യം പോയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഞാൻ പ്രിസ്ക്രൈബിൾ ഡ്യൂട്ടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ സംഭവം? എന്നെ കണ്ടുപഠിച്ചിട്ട് ബാക്കിയുള്ള ആരും, അതായത് നിങ്ങൾ ആരും ഒന്നും ചെയ്യാതിരിക്കും. കൃഷ്ണൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. അല്ലേ? പ്രശ്നമാവും അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ പ്രിസ്ക്രൈബിൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരൻസ് പറയുകയാണ്, പഠിക്കടാ, പഠിക്ക്, ഇന്ന് ട്യൂഷൻ ഇല്ലേ? നോ. എന്താ, എന്തിനാ പഠിക്കുന്നത്? കൃഷ്ണൻ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പഠിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ആദ്യമായിട്ട് പഠിക്കാൻ പോയി. കൃഷ്ണന്റെ ഗുരുവിന്റെ പേരെന്താ? തങ്കിടേ. കൃഷ്ണന്റെ ഗുരുവിന്റെ പേരെന്താ? സാന്ദീപന മുനി. സാന്ദീപനി മുനി. സാന്ദീപനി മുനി. സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഞാൻ ഇല്ലേ ഇരിക്കുമ്പോൾ, അല്ലേ? ഇങ്ങനെ പാട്ടില്ലേ? അപ്പം കൃഷ്ണൻ സ്കൂളിൽ പോയത് കൊണ്ട് നമ്മളും സ്കൂളിൽ പോകണം, ഇല്ലേ? അപ്പം ആ ശ്ലോകം എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ചെല്ലാം. 1 3 4 സ്റ്റാർട്ട്. യദ്ഹ്യഹം ന വർത്തേയം യാതു കർമ്മണി ത്രിതഃ മമ മനുഷ്യാ പാർത്ഥ സർവശഃ. ഇനി അടുത്ത ശ്ലോകം 3.24 നമ്മൾ വിടുന്നു. അത് ഹോംവർക്ക് ചെയ്യാം. ഉത്സേര്യമേ ലോക ന കുര്യാം കർമ്മ ചേതകം സംകരസ്യ ച കർത്ത സ്യാം ഉപാഹന്യാമി മാ പ്രജാഹ. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിപ്പോൾ അത് പറഞ്ഞതാണ്. കൃഷ്ണൻ പഠിക്കാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് ഋഷികേശ് എന്ത് ചെയ്യും? സ്കൂളിൽ പോകാതിരിക്കും. അമ്മയടുത്ത് പറയും, കൃഷ്ണൻ പഠിക്കാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. അപ്പൊ അമ്മ പറയും, ആര് പറഞ്ഞു കൃഷ്ണൻ പഠിക്കാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞത്? കൃഷ്ണൻ പഠിക്കാൻ പോയിട്ടുണ്ട്. കൃഷ്ണൻ പഠിക്കാൻ പോയ കൃഷ്ണന്റെ ഗുരുവിന്റെ പേരാണ് സന്ദീപനി മുനി. അതുകൊണ്ട് ഗെറ്റ് അപ്പ്, ഗോ സ്കൂൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ പോയി സ്കൂളിൽ പഠിക്കാൻ പോകും. ഇനി അടുത്ത് 25ാമത്തെ 25th ശ്ലോകം നമ്മൾ പറയാണ്. 24 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 24ന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, ഋഷികേശിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ 25 പോകും. ഓക്കെ, ശക്ത കർമ്മണ്യ വിദ്വാംസു കർമ്മണി വിദ്വാംസു യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാം സദാ സക്ത ചിഹീഷു ലോക സംഗ്രഹം. ചെല്ലിക്കോളൂ, ചാറ്റിലിട്ടല്ലോ. ഒരു മിനിറ്റ്. ഞാൻ ഡിസേബിൾഡ് ആയോ? എങ്ങനെ ഡിസേബിൾഡ് ആയി? എന്നെ കാണാൻ പറ്റും? ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ തന്ന്. എടുത്തു തുടങ്ങി. കറക്റ്റ്, സൂപ്പർ. 25 വേണം. അതിന്റെ താഴെ പോയിട്ട് നെക്സ്റ്റ് പേജ് അടിച്ചാൽ മതി, കിട്ടും. ഓക്കെ, ശരി. ശക്ത കർമ്മണി ശക്ത കർമ്മണി
Sakta karmani. Avidvamso. Karmani avidamso. Sakta karmani avidyamso. Yatha kurvandi bharata. Yada karvani bharata. എല്ലാരും അൺമ്യൂട്ട് ചെയ്താം. എല്ലാരും അൺമ്യൂട്ട് ചെയ്യുക. എല്ലാരും അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ. ജസ്റ്റ് ഋഷികേഷ്. കുര്യാത് വിദ്വാംസ് തദാക്ഷാത്. കുര്യാത് വിദ്വാംസ് സദാസക്ത. ചികീർഷുർ ലോക സംഗ്രഹ. സക്ത കർമ്മണി അവിദ്വാംസോ. സക്തകർമ്മണി അവിദ്വാംസോ. യഥാ കുർവന്തി ഭാരത. യഥാ കുർവന്തി ഭാരത. കുര്യാത് വിദ്വാംസ് തഥാ സക്ത. കുര്യാത് വിദ്വാംസ് തഥാ സക്താ. ചികീർഷുർ ലോക സംഗ്രഹം. Synonyms Sakta, being attracted. Karmani, in prescribed duties. Avidvamsa, the ignorant people, uneducated people. Okay. The ignorant, Yadha, as much as Kurvandi, they do. Bharata, O descendant of Bharata. Ara Bharata. ആരാ ഭാരതം ആരെയാ വിളിക്കുന്നേ? അർജുൻ. ഓ ഡിസറന്റ് ഓഫ് ഭാരത. കുര്യാത് മസ്റ്റ് ഡു. വിദ്വാൻ ദ ലേൺഡ്. അതിന്റെ ഓപ്പോസിറ്റ് എന്തോ നമ്മൾ വിളിച്ചത്? വിദ്വാൻ ദ ലേൺഡ്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? അവിദ്വാംസ, ദ ഇഗ്നറന്റ് പീപ്പിൾ, അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ, അൺലേൺഡ് പീപ്പിൾ. Vidwan, the learned. Tatha, thus. Asakta, without attachment. Chigirshu, desiring to lead. Loka Samgraham, the people in general. So, translation by Sri Prabhupada. As the ignorant perform their duties with attachment to result, the learned may similarly act but without attachment for the sake of leading people on the right path. അറിവില്ലാത്തവർ ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. എന്താ അതിന് എക്സാമ്പിൾ? അതായത് അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിള് എനിക്ക് തിരിച്ച് അതിന്റെ പ്രതിഫലം വേണം, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വേണം, അല്ലെങ്കിൽ അതിന്റെ പറഞ്ഞത് സാലറി വേണം, കൂലി വേണം, എങ്കിലേ ഞാൻ ചെയ്തു തരത്തോളൂ എന്ന് പറയും. അതുപോലെ എഡ്യൂക്കേറ്റഡ് പീപ്പിള് വേൾഡിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, ഒന്നും പ്രതീക്ഷിക്കാതെ ദിസ് ഈസ് മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ അതിന്റെ എക്സാമ്പിൾ? ബെസ്റ്റ് എക്സാമ്പിൾ എന്താ? ബെസ്റ്റ് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറ. അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. എന്താണ് അതിന്? ഫലത്തിൽ ആസക്തനായി, അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, അതിന്റെ കൂലി നമുക്ക് വേണം. ഓക്കെ, കോമൺ പീപ്പിൾ എല്ലാം അങ്ങനെ ചെയ്യും. നമുക്ക് തന്നെ അതിന്റെ നേട്ടം വേണം, നമുക്ക് അതിന്റെ നേട്ടം വേണം, മറ്റാരും അതിന്റെ ക്രെഡിബിലിറ്റി എടുക്കാൻ പാടില്ല, ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറയും. അത് അങ്ങനെ പറയുന്നവര് എന്താ പറയുക? അവരെ അവിദ്വാംസ്, വിദ്യാഭ്യാസം ഇല്ലാത്തവര് അല്ലെങ്കിൽ അറിവില്ലാത്തവര്, ഇഗ്നറന്റ് പീപ്പിൾ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ?
എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എനിക്ക് വേണം, എനിക്ക് തന്നെ വേണം, വേറൊരാൾക്കും ഞാൻ ഷെയർ ചെയ്യത്തില്ല. ഗുഡ് പറയാ, എന്നെ തന്നെ ഗുഡ് പറയാവൂ, എന്നെ തന്നെ ഗുഡ് പറയണം. ഓക്കെ. അതേസമയം വിദ്വാൻമാര്, എഡ്യൂക്കേറ്റഡ് പീപ്പിള് അങ്ങനൊന്നും ചിന്തിക്കത്തില്ല. ഒന്നും എനിക്ക് വേണ്ട, പക്ഷേ വേൾഡ് നല്ല രീതിയിൽ പോകണം. അങ്ങനെയുള്ള ഒരു വേൾഡ് ലീഡേഴ്സിന്റെ പേര് പറ. ഫസ്റ്റ്, ഒരു രാജ്യം മുഴുവന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയുടെ പേര് പറയാൻ പറ്റും, ഗാന്ധിജി. ഇല്ലേ? അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം വിട്ടിട്ട് അദ്ദേഹം ഒരു നേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. ശരിയല്ലേ പറഞ്ഞു? ഒരു റിസൾട്ടും അദ്ദേഹം എടുത്തില്ല. അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വേണമെന്ന് പറഞ്ഞില്ല. വേണമെന്ന് ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നു, അത് വേറെ കാര്യം. നാളെ പ്രൈം മിനിസ്റ്റർ ഞാനാവണമെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി കൊണ്ടുപോയി കഴിഞ്ഞാലോ, അതുകൊണ്ട് ഹി മസ്റ്റ് ബി കിൽഡ്. ദാറ്റ് ഇസ് എ ഫാക്ട്. അത് ഡൈവേർട്ട് ചെയ്ത് പോട്ടെ. പക്ഷെ അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചില്ല. ശരിയല്ലേ? ശ്രീല പ്രഭുപാദര്, നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആചാര്യാണ് ശ്രീല പ്രഭുപാദര്. അദ്ദേഹം നല്ലൊരു ബിസിനസ് ഫാമിലി ആയിരുന്നു ജനിച്ചത്. വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാമിലി ഒന്നും ഉണ്ടെന്ന് വേണ്ട അവിടെ ഇരിക്കാതെ അദ്ദേഹം വേൾഡ് വൈഡ് ട്രാവൽ ചെയ്ത് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുത്തു. ഇറ്റ്സ് നോട്ട് എക്സ്പെക്ടഡ് എനി റിസൾട്ട് or personal result. He is not bothered about the personal gain. ഇല്ലേ? ശരിയല്ലേ? എല്ലായിടത്തും കറങ്ങി നടന്നു. ശരിയല്ലേ പറഞ്ഞത്? സോ ദിസ് certain best examples. അതുകൊണ്ട് ഇവരെയൊക്കെ എല്ലാവരും എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ശരിയല്ലേ? കൂടിയല്ല മരിക്കുന്ന നേരത്ത്, കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, പിന്നെന്ത്? മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. പൂന്താനം നമ്പൂതിരി പറയുന്ന, ഞാൻ ആദ്യം പൂന്താനത്തിൽ തുടങ്ങി, ഇപ്പം പൂന്താനത്തിൽ ഞാൻ നിർത്തി. പൂന്താനം നമ്പൂതിരി പറഞ്ഞാണ്, നമ്മൾ ഈ കാണുന്ന ഭൂമികൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ, വെൽത്തൊക്കെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള സുഖമേ ഉള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? നമുക്ക് ഒരുപാട്, ഒരു 100 ഏക്കർ ഭൂമി ഉണ്ടെന്നേ നമ്മൾ നോക്കുമ്പോൾ 100 ഏക്കർ ഭൂമി എനിക്കുണ്ട്, ഒരു കണ്ണ് സുഖം. പക്ഷേ നമ്മൾ പോകുമ്പം കൊണ്ടുപോകുമോ? കൊണ്ടുപോകില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പം ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ആവശ്യത്തിന് കൂട്ടിവെക്കുക, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുക, ചെറിയൊരു സമ്പാദ്യം ജനറേഷന് കൊണ്ടുവെക്കുക. അതുകൊണ്ടാണ് ഭാഗവത്തിൽ ഇത്ര % ഡൊണേഷൻ, ഇത്ര % സേവിങ് എന്നൊക്കെ പറഞ്ഞു. കൃത്യമാണ്. അപ്പം പ്രഭുപാദര് ലോകം മുഴുവൻ നടന്നു. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ നടന്നു. ഇതൊന്നും പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അവരെ എപ്പോഴും എല്ലാവരും ഓർമ്മിക്കും. അതാണ് കൃഷ്ണൻ. ഈ ഫിലോസഫി ആരാ പറഞ്ഞത് ആദ്യം? കൃഷ്ണൻ. മഹാത്മാഗാന്ധി എപ്പോഴും എന്താ പറയുന്നത്? ഞാൻ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നു, എന്റെ മനസ്സ് എപ്പം ഡിസ്റ്റർബ് ആവുന്നോ ഞാൻ അപ്പോൾ ഭഗവത്ഗീത എടുത്ത് വായിക്കും. ആര് പറഞ്ഞു? മ്യൂട്ടാണ്. മഹാത്മാഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റി. ശരിയല്ലേ? അതെ. ഇനി ലോകത്തിന് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോളോ കൃഷ്ണ, യു ഷുഡ് റീഡ് ഭഗവത്ഗീത. ആര് പറഞ്ഞു? ശീല പ്രഭുപാദര്. അതുകൊണ്ട് എല്ലാവരും ഓർമ്മിക്കുന്നു, അവർ സക്സസ് ആയി. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഭഗവത്ഗീത വായിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം.
നമ്മൾ എത്ര ലീഡേഴ്സിന്റെ എക്സാമ്പിളാ പറഞ്ഞത്? അബ്ദുൽ കലാമിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ എക്സാമ്പിൾ പറഞ്ഞു ഇല്ലേ? പിന്നെ മഹാത്മാഗാന്ധിയുടെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ ശ്രീല പ്രഭുപാദരുടെ എക്സാമ്പിൾ പറഞ്ഞു. 4 പേരുടെ ബെസ്റ്റ് ദ വേൾഡ് ലീഡേഴ്സ് 4 പേരുടെ എക്സാമ്പിൾ പറഞ്ഞു. ശരിയല്ലേ? ഓക്കെ. സക്ത കർമ്മണി അവിദ്വാംസോ കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത യഥാ കുർവന്തി കുര്യാത് വിദ്വാംസ കുര്യാത് വിദ്വാംസതദശക്തഃ ചികീർഷുർലോക സംഗ്രഹം. സംഗ്രഹം. ആർക്ക് വായിക്കാം ഫസ്റ്റ്? രാഹുൽ റാക്കി രാശി. ഓക്കെ, രാഹുൽ ലാഹി രാശി. വായിച്ചോളൂ. ശക്താഃ കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസതഃ ശക്താഃ ചികീർഷുർലോക സംഗ്രഹം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. അഭിനവ്. ഓക്കെ, ഞാൻ വായിക്കാം. സക്ത കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസതഃ ശക്താഃ ചികീർഷുർലോക സംഗ്രഹം. ഞാൻ വായിക്കാം. കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിവാദം തത്തശാത് ചികീർഷുർലോക സംഗ്രഹം. വെരി ഗുഡ്. ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മലയാളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇനി ആരാ വായിക്കുന്നേ? അചൽ കൃഷ്ണൻ. അചൽ കൃഷ്ണൻ, ഹരേ കൃഷ്ണ. ഹലോ, ഹരേ കേക്കാവോ? കൃഷ്ണ. കേക്കാം. സക്ത കർമ്മണി അവിദ്വാംസോ യത്ത കുർവണി ഭാരതഃ കുര്യാത് വിദ്വാംസതഃ ശക്താഃ ചികീർഷുർലോക സംഗ്രഹം. ഹരേ കൃഷ്ണ. അനഭി. ഹരേ കൃഷ്ണ. താങ്ക് യു അനഭി. ശക്ത കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസതഃ അശക്താഃ ചികീർഷുർലോക സംഗ്രഹം. ഹരേ കൃഷ്ണ. താങ്ക് യു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. രാഹി രാശി. ശക്ത കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസതഃ ശക്താഃ ചികീർഷുർലോക സംഗ്രഹം. ഹരേ കൃഷ്ണ. ഇനി ആരുണ്ട് വായിക്കാൻ? നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4. ശക്ത കർമ്മണി അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസതഃ ചികീർഷുർലോക സംഗ്രഹം. ഋജുമാതാജി ഒന്ന് വായിച്ചതിന്റെ ട്രാൻസ്ലേഷനൊക്കെ ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു മിനിറ്റ്. എക്സർസൈസിനുള്ള സമയമായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
सक्ता कर्मण्य विद्वांसो यदा कुर्वन्ति भारत कुर्याद् विद्यांस्तदा सक्ता ചകീർഷുർലോക സംഗ്രഹം. ലോക സംഗ്രഹം. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടെ. അറിവില്ലാത്തവർ ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്കു നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ഹരേ കൃഷ്ണ. അതിന്റെ ഫലത്തിൽ ആസക്തി, റിസൾട്ട് ഓറിയന്റഡ് വർക്ക് അല്ല, സർവീസ് അല്ല ചെയ്യേണ്ടത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, ശീല പ്രഭുപാദര് ഒക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണ്, സ്ക്രീൻ ഷെയർ റിമൂവ് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് ബ്രീത്ത് കൗണ്ട്, അത് കഴിഞ്ഞ് ക്യൂസ്. ഓക്കെ, യെസ്, റെഡി? ഹരേ കൃഷ്ണ പ്രഭു. ആ, ആദ്യം പറഞ്ഞോളൂ. അതെ, നമ്മള് ഈസ്കോന്റെ ബുക്ക്, നമുക്ക് ഭാഗവതം ബുക്ക് നമുക്ക് തിരുവനന്തപുരത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഈസ്കോന്റെ. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കിട്ടില്ല. ഇന്നലെ ഇനി താരമാതാജി എനിക്ക് അയച്ചു തന്നതേ, താരമാതാജിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ 3 തൊട്ടിട്ട് 6 വരെ അങ്ങട് 6 വരെ അങ്ങോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് അപ്പൊ ഒന്ന് പ്രഭുവിനെ ആരെങ്കിലും അറിയോ? ഞാൻ ഇന്നലെ വിളിച്ചു നോക്കി, അപ്പൊ കിട്ടണില്ല. അഡ്രസ്സും പൈസയും അയച്ചു കൊടുത്തോ? അല്ല, ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, ഞാന് ജഗസാക്ഷി പ്രഭുവിന് മെസ്സേജ് അയച്ചോളാം. ഓക്കെ, ഞാൻ വിളിച്ചു. അപ്പൊ പ്രഭു, ഞാനപ്പൊ പൈസയും എങ്ങനെ അയക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒന്ന് അഡ്രസ്സും ഞാൻ തരാം പ്രഭുവിന്. ഓക്കെ, 3 തൊട്ടിട്ട് 6 വരെ സ്കന്ധങ്ങളാന്ന് തോന്നുന്നുണ്ട് ഭാഗവതത്തിന്റെ. അതെ അതെ, ഓക്കെ, ഞാൻ പറയാം. താരമാതാജി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു കിട്ടുന്നില്ല. നാട്ടിൽ കിട്ടിയല്ലേ? കിട്ടിയെന്ന് പറഞ്ഞു. ഗീതാമാതാജിക്കും കിട്ടിയെന്ന് പറഞ്ഞു നാട്ടില്. ഓക്കെ ഓക്കെ, ഇത് ഞാൻ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചിട്ട് ഓക്കെ ഒന്ന് ഉണ്ടെങ്കിൽ പ്രഭു എന്ന് പറയട്ടാ. നോ ഇഷ്യൂ, നോ ഇഷ്യൂ. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രീത്ത് കൗണ്ട് 20 ടൈംസ്. ഓക്കെ, 20 ടൈംസ്. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ.